ഓം ശ്രീ ഗണേശായ നമ. ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഓം ശ്രീ മഹാദേവ്യൈ നമ. ഓം ശ്രീ മഹാത്രിപുരസുന്ദര്यै നമ. ഓം നമ ചണ്ഡികായൈ. ഹരി ഓം. ദേവീ മാഹാത്മ്യ പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം, സുദിനം നേരുന്നു. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ദേവീ മാഹാത്മ്യത്തിലെ 11-ാം അധ്യായം നാരായണീ സ്തുതിയാണ്. മിക്കവാറും എല്ലാ ശ്ലോകങ്ങളിലും നാരായണീ നമസ്തുതേ, നാരായണീ നമസ്തുതേ എന്ന്, അതുകൊണ്ടാണ് ഇതിനെ നാരായണീ സ്തുതി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ 11 മുതൽ 10 വരെയുള്ള ശ്ലോകങ്ങൾ നമ്മൾ നേരത്തെ പഠിച്ചു. 11 മുതൽ 16 വരെയുള്ള ശ്ലോകങ്ങളാണ് പഠിക്കേണ്ടത്. ഓരോ ശ്ലോകം വായിച്ച് പിരിച്ച് പറഞ്ഞ് അർത്ഥം പറഞ്ഞ് പഠിച്ചു പോകാം. ആദ്യത്തെ ശ്ലോകം: ഓം ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ശരണാഗത ദീനാർത്ഥപരിത്രാണപരായണേ സർവസ്യാർത്ഥ്യരേ ദേവി നാരായണി നമോസ്തുതേ. ഇതിൽ 2-3 ശ്ലോകങ്ങൾ നമ്മൾ സപ്തശ്ലോകിയിൽ നല്ലപോലെ വിശദീകരിച്ച് പഠിച്ചതാണ്. എന്നാലും ഒരു പ്രാവശ്യം കൂടെ പറഞ്ഞു പോകാം. ശരണാഗത ദീനാർത്ഥ പരിത്രാണപരായണേ. ഒറ്റ പദമാണ്, പിരിക്കണ്ട, ഒറ്റ പദം. ശരണാഗത ദീനാർത്ഥ പരിത്രാണപരായണേ. ശരണാഗതരായ ദീനന്മാർക്കും ആർത്തന്മാർക്കും അവരെയൊക്കെ രക്ഷിക്കുന്നതിൽ താല്പര്യമുള്ളവളെ, സർവസ്യ ആർത്തിഹരേ, എല്ലാവരുടെയും ആർത്തി ദുഃഖത്തെ ഹരിക്കുന്നവളുമായ അല്ലയോ ദേവി നാരായണി, അങ്ങേക്കായിക്കൊണ്ട് നമസ്കാരം. ഹംസയുക്ത വിമാനസ്ഥേ ബ്രഹ്മാണി രൂപധാരിണി കൗശാംബക്ഷരികേ ദേവി നാരായണി നമോസ്തുതേ. നമ്മൾ പഠിച്ചു കഴിഞ്ഞ 8-ാമത്തെ അധ്യായത്തിൽ പഠിച്ചു ഓരോരോ ദേവന്മാർ അവരുടെ ആയുധങ്ങളും വാഹനങ്ങളും എല്ലാം ദേവിക്ക് കൊടുത്തു. അങ്ങനെ അവരുടെ എല്ലാം ശക്തിയായി ഓരോ ദേവിമാർ ഉണ്ടായി എന്ന് പഠിച്ചായിരുന്നു. അതിനകത്ത് ബ്രഹ്മാവിൻ്റെ ശക്തിയായ ബ്രഹ്മാണി ദേവി തൻ്റെ കമണ്ഡലുവിൽ നിന്ന് കുശപ്പുല്ലുകൊണ്ട് വെള്ളം തളിച്ച്, കമണ്ഡലുവിലെ വെള്ളം തളിച്ച് ആ അസുര സൈന്യത്തെ മുഴുവനും അത് വെള്ളം വീണപ്പോൾ തന്നെ അവർ മോഹാലസ്യപ്പെട്ടു പോയിന്ന്. അവർ അസുരന്മാരായതുകൊണ്ടും പാപികളായതുകൊണ്ടുമാണ് അവർ മോഹാലസ്യപ്പെട്ടു പോയത്. എല്ലാത്തിനെയും ശുദ്ധമാക്കാനുള്ള കഴിവാണ് ആ കമണ്ഡലുവിലെ വെള്ളത്തിലുള്ളത്. അത് കുശപ്പുല്ലുകൊണ്ട് അല്ലെങ്കിൽ ദർഭപ്പുല്ലുകൊണ്ട് ക്ഷരിക എന്ന് പറഞ്ഞാൽ ക്ഷരിക്കുക എന്ന് പറഞ്ഞാൽ തളിക്കുക. ആ തളിക്കുന്ന അല്ലയോ ദേവി ഹംസയുക്ത വിമാനത്തെ, ഹംസത്തെ പൂട്ടിയ, ഹംസം എന്ന് പറഞ്ഞാൽ അരേനത്തെ പൂട്ടിയ വിമാനത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ എന്നാണ് വിമാനസ്ഥേ. അല്ലയോ ദേവി, ഹംസത്തെ പൂട്ടിയ വിമാനത്തിൽ സ്ഥിതി ചെയ്യുന്നവളും ബ്രഹ്മാണീ രൂപധാരണി, ബ്രഹ്മാവിൻ്റെ ശക്തിയായി രൂപം ധരിച്ചവളും കൗശാംബക്ഷരികേ, കൗശാംബ എന്ന് പറഞ്ഞാൽ ദർഭപ്പുല്ലുകളെ കൊണ്ട്, കുശപ്പുല്ലുകളെ കൊണ്ട് കമണ്ഡലുവിലുള്ള വെള്ളത്തെ തളിക്കുന്നവൾ, ക്ഷരികെ തളിക്കുന്നവളുമായ ദേവി അങ്ങേക്കായിക്കൊണ്ട് നമസ്കാരം. അടുത്ത ശ്ലോകം: ത്രിശൂല ചന്ദ്രാഹിധരേ മഹാവൃഷഭവാഹിനി മാഹേശ്വരി സ്വരൂപേണ നാരായണി നമോസ്തുതേ. ത്രിശൂലം, ചന്ദ്രൻ, അഹി എന്ന് പറഞ്ഞ പാമ്പ് ധരിക്കുന്നവളും, ത്രിശൂലവും ചന്ദ്രനെയും പാമ്പിനെയും ധരിക്കുന്നവളും, മഹാവൃഷഭവാഹിനി, മഹാവൃഷഭം വാഹനമായിട്ടുള്ളവളും. ആരുടെ അതാണ് വാഹനാണ് വൃഷഭം? കാള, മഹാദേവൻ്റെ. അപ്പം ആ നന്ദി എന്ന വാഹനത്തിൽ സ്ഥിതി ചെയ്യുന്നവളും, കാളപ്പുറത്ത് അത് മഹാദേവൻ്റെ വാഹനമാണ്. അപ്പം മഹാദേവൻ്റെ വാഹനമായ ഋഷഭത്തിൽ, വൃഷഭം, കാള സ്ഥിതി ചെയ്യുന്നവളും മാഹേശ്വരി സ്വരൂപേണ നാരായണി നമസ്തുതേ.
മഹേശ്വരൻ്റെ സ്വരൂപമായി സ്ഥിതി ചെയ്യുന്നവളുമായ ആ മഹേശ്വരി ദേവിക്ക്, മഹേശ്വര ശക്തി ആയതുകൊണ്ട് മഹേശ്വരി എന്ന ദേവിക്ക് പേര്. ബ്രഹ്മാവിൻ്റെ ശക്തി ആയതുകൊണ്ട് ബ്രഹ്മാണി എന്നു പേര്. അതുപോലെ ഇവിടെ അങ്ങനെയുള്ള ദേവിക്കായിക്കൊണ്ട് നമസ്കാരം. അടുത്തത് മയൂര കുക്കുടവൃതേ. മയൂരം മയിലാണ്, കുക്കുടം കോഴിയാണ്. പൂവൻ കോഴി, ചേവൽ എന്നൊക്കെ പറയും. അപ്പം ആ മയൂരം, മയിൽ വാഹനവും കുക്കുടം കോഴി ധ്വജമായിരിക്കുന്നു. കുക്കുടം എന്നാണ് ധ്വജം. ധ്വജം എന്ന് പറഞ്ഞാൽ കൊടി അടയാളം കോഴിയുടേതാണ്, സുബ്രഹ്മണ്യ സ്വാമിയുടെ. അതാണിവിടെ കൗമാരശക്തി, കൗമാരൻ്റെ ശക്തിയായി സ്ഥിതി ചെയ്യുന്ന കൗമാരീ രൂപ സംസ്ഥിതേ നാരായണീ നമസ്തുതേ. കൗമാരശക്തിയായിരിക്കുന്ന ദേവിക്കായിക്കൊണ്ടും നമസ്കാരം. നമഃ അസ്തു തേ, അങ്ങേക്കായിക്കൊണ്ട് നമസ്കാരം എന്ന്. അടുത്തത് ശംഖ ചക്ര ഗദ ശാർഗഗൃഹീത പരമായുധേ. ശംഖ ചക്രം ഗദ ശാർഗം എന്നിവ ധരിച്ചിരിക്കുന്നവൾ എന്നുള്ള ശ്രേഷ്ഠമായ ആയുധങ്ങൾ, പരമായുധം ശ്രേഷ്ഠങ്ങളായ ആയുധങ്ങളെ ധരിച്ചിരിക്കുന്നവരാളും വൈഷ്ണവീ ശക്തി രൂപ ധരിച്ചിരിക്കുന്നവളുമായ ദേവി പ്രസാദിച്ചാലും അങ്ങേക്കായിക്കൊണ്ട് നമസ്കാരം. അടുത്തത് ഗൃഹീതോഗ്ര മഹാവക്ത്രേ, വലിയ മുഖം ധരിച്ചിരിക്കുന്നവളും ദംഷ്ട്രോദ്ധൃത വസുന്ധരെ. ദംഷ്ട്ര എന്ന് പറഞ്ഞാൽ കോമ്പല്ലുകളിൽ വസുവിനെ ധരിച്ചിരിക്കുന്നു. വസു എന്ന് പറഞ്ഞാൽ ഭൂമി ദേവിയെ ധരിച്ചിരിക്കുന്നവളുമായ വരാഹശക്തിയായ, വരാഹ രൂപം ധരിച്ച മഹാവിഷ്ണുവിൻ്റെ ശക്തിയായ വരാഹരൂപിണിയായ മംഗളകാരിണി കൂടിയായ ദേവിക്കായിക്കൊണ്ട് നമസ്കാരം.